പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഏപ്രിൽ 21 ചൊവ്വാഴ്ച. പുറപ്പാട് പുസ്തകം 23 അധ്യായം 20 വാക്യം. ഇതാ, വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. ജീവിതയാത്രയിൽ പലപ്പോഴും നാം ആശയക്കുഴപ്പത്തിലും ഭയത്തിലും നിൽക്കുന്നവരാണ്. എനിക്ക് മുൻപോട്ട് പോകാൻ വഴിയുണ്ടോ എന്ന ചോദ്യവുമായി നാം നിശ്ചലരാകുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ അത്തരം സമയങ്ങളിൽ ദൈവം പറയുന്നു, ഞാനൊരു ദൂതനെ നിന്റെ മുൻപായി അയക്കുന്നു, അവൻ നിന്നെ വഴിയിൽ കാത്തുകൊള്ളും, ഞാൻ ഒരുക്കിയ സ്ഥലത്തേക്ക് നിന്നെ എത്തിക്കും. ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന സന്ദേശം ഇതാണ്: ദൈവം മുന്നിൽ പോകുമ്പോൾ ഭയത്തിന് പിന്നോട്ട് പോകേണ്ടി വരും. കാരണം ദൈവം നമുക്ക് പിന്നാലെ മാത്രം നടക്കുന്നവനല്ല, നമ്മുടെ മുൻപിൽ പോയി നമ്മുടെ വഴികൾ ഒരുക്കുന്നവനാണ്. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ സഞ്ചരിച്ചപ്പോൾ അവരുടെ മുൻപിൽ വഴി വ്യക്തമല്ലായിരുന്നു. അവർക്ക് ഭാവി അനിശ്ചിതമായിരുന്നു. എങ്കിലും ദൈവം അവർക്ക് നൽകിയ വാഗ്ദാനം വളരെ വ്യക്തമായിരുന്നു: ഞാനൊരു ദൂതനെ നിന്റെ മുൻപായി അയക്കുന്നു. നീ ഒറ്റയ്ക്കല്ല, നിന്റെ വഴിയിൽ ഞാൻ ഇതിനകം തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഉറപ്പാണ്. ദൈവത്തിൻ്റെ ദൂതൻ എന്നത് ദൈവത്തിൻ്റെ കരുതലിൻ്റെ ദൃശ്യരൂപമാണ്. നാം കാണാത്ത വഴികളിൽ പോലും ദൈവം നമ്മെ നയിക്കുന്നു. ദൈവം നമുക്ക് മുൻപിൽ പോകുന്നത് വഴിയെ മാത്രം മാറ്റാനല്ല, നമ്മെ മാറ്റാനാണ്. ഇത് ജീവിതത്തിലെ വെല്ലുവിളികൾ മാറാതെ ഇരിക്കുമ്പോഴും നമ്മിലുള്ള വിശ്വാസം ശക്തമാക്കാൻ ദൈവം പ്രവർത്തിക്കുന്നു എന്ന സത്യമാണ് വെളിവാക്കുന്നത്. ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് വഴികൾ അടഞ്ഞു പോയതുപോലെ തോന്നിയേക്കാം. ചില വാതിലുകൾ അടഞ്ഞുപോയി, ചില അവസരങ്ങൾ നഷ്ടപ്പെട്ടു, ചിലപ്പോൾ നാം ഇരുട്ടിന് നടുവിൽ നിൽക്കുന്നവരാകാം. എന്നാൽ ദൈവം നമ്മുടെ മുമ്പിൽ പോകുമ്പോൾ ആ തടസ്സങ്ങൾ വഴികളായി മാറുന്നു. കാരണം ദൈവം നമ്മെ നയിക്കുന്ന ദൈവമാണ്. ഒരു ഉദാഹരണം സൂചിപ്പിക്കട്ടെ. പിൽഗ്രിം പ്രോഗ്രാംസ് എന്ന കൃതിയിൽ ക്രിസ്റ്റീൻ എന്ന കഥാപാത്രം ദുഷ്കരമായ യാത്രയിൽ ആയിരിക്കുകയാണ്. പല പ്രതിസന്ധികളും ഭയങ്ങളും വളഞ്ഞു നിന്നപ്പോഴും അവൻ മുൻപോട്ട് നടക്കുന്നത് നിർത്തുന്നില്ല. കാരണം അവൻ വിശ്വസിക്കുന്നു, എൻ്റെ വഴി ഞാൻ കാണുന്നില്ല എങ്കിലും ദൈവം അത് കണ്ടിരിക്കുന്നു. ഈ വിശ്വാസമാണ് അവനെ മുൻപോട്ട് നയിക്കുന്നത്. ഒരു ഘട്ടത്തിൽ അവൻ ഇരുട്ടിൽ കുടുങ്ങുന്നു, മുമ്പിൽ ഒന്നും കാണാനാവാത്ത അവസ്ഥ. എന്നാൽ അവിടെ ഒരു ചെറിയ പ്രകാശം അവനെ മുൻപോട്ട് നയിക്കുന്നു. ആ ചെറിയ പ്രകാശം തന്നെ ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശമാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മെ നയിക്കുന്ന പ്രകാശമായി മാറുന്നു. അതുകൊണ്ട് നാം ഓർക്കേണ്ട ഒരു കാര്യം, ദൈവം മുന്നിൽ പോകുമ്പോൾ ആശങ്ക പിന്നിൽ പോകും. നമ്മുടെ കണ്ണുകൾ കാണാത്ത വഴികൾ ദൈവത്തിൻ്റെ കണ്ണുകൾ കാണും. നമുക്ക് വഴി അറിയേണ്ടതില്ല, വഴിയുള്ളവനെ അറിയുക മതിയാകും. ഇന്ന് നാം എന്തവസ്ഥയിലായാലും ഭാവിയെക്കുറിച്ചുള്ള ഭയം ഉണ്ടാകാം, ജീവിതത്തിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാം, ദിശയില്ലാത്ത ഒരവസ്ഥയിലായിരിക്കാം. എങ്കിലും ഒരു സത്യത്തെ ഉറപ്പായി നാം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്: ദൈവം ഇതിനകം തന്നെ നമ്മുടെ നാളെയിൽ എത്തി നമ്മെ കാത്തിരിക്കുന്നു. നാം നടക്കേണ്ടുന്ന വഴിയിൽ ദൈവത്തിൻ്റെ ദൂതൻ ഇതിനകം തന്നെ പ്രവർത്തിക്കുന്നു. അതിനാൽ നാം എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്: ദൈവത്തോട് എനിക്ക് വഴികാട്ടു എന്നപേക്ഷിക്കുന്നതിലുപരി ദൈവം നമ്മോട് പറയുന്ന ആ ഒരു വാക്കിനെ നാം കേൾക്കേണ്ടതായിട്ടുണ്ട്. ദൈവം പറയുന്നു, നിന്റെ മുമ്പിൽ ഞാൻ ഇതിനകം തന്നെ പോയിരിക്കുന്നു എന്ന ആ വാക്ക് നമ്മെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഭയപ്പെടാതെ വിശ്വാസത്തോടെ മുൻപോട്ട് നടക്കണം. കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മുമ്പിൽ പോകുന്നു. അവൻ നമ്മെ കാക്കുന്നു, അവൻ നമ്മെ നയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ
നീ മുന്നിൽ പോകും ദൈവമാകുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ ആശയക്കുഴപ്പത്തിലും ഭയത്തിലും ആയിരിക്കുന്ന നിമിഷങ്ങളിൽ നിന്റെ സാന്നിധ്യം ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ കണ്ണുകൾ കാണാത്ത വഴികൾ നീ തുറക്കണമേ. ഞങ്ങളുടെ ഹൃദയം വിശ്വാസത്തോടെ നിറയ്ക്കണമേ. നിന്റെ ദൂതൻ ഞങ്ങളുടെ മുമ്പിൽ നടക്കുകയും ആ വഴിയിൽ വിശ്വാസത്തോടെ നടക്കുകയും ചെയ്യുവാൻ കൃപ നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.